നമ്മൾ അന്നദാതാവെന്ന് പറയാറില്ലേ? ആരെക്കുറിച്ചാ നമ്മൾ അങ്ങനെ പറയുന്നത്? PKR സാറിനെ കുറിച്ച്, ഇപ്പോ കൈലാഷ് സാറിനെ കുറിച്ച് അല്ലെ? പക്ഷേ സത്യത്തിൽ നമ്മൾ അന്നദാതാവെന്ന് വിളിക്കേണ്ടത് കരുണാകരൻ സാറിനെയാ. കാരണം നമ്മൾ ഈ കമ്പനിയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നത് കരുണാകരൻ സാറ് കാരണമാണ്. നമ്മളെ മാറ്റി പുതിയ ആൾക്കാരെ ഇവിടെ ജോലിക്ക് വെക്കാമായിരുന്നു. പക്ഷേ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും കരുണാകരൻ സാർ അത് ചെയ്തില്ല. അതാണ് കരുണാകരൻ സാറിന്റെ മനസ്സിന്റെ വലിപ്പം. ശരിയായ അന്നദാതാവ് കരുണാകരൻ സാറ് തന്നെയാണ്. കരുണാകരൻ സാറിന്റെ പ്രവൃത്തികൾ കൃത്യമായി വീക്ഷിച്ച ഒരാളെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. കരുണാകരൻ സാറിനെ പോലെ ആയാൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. പക്ഷേ കരുണാകരൻ സാറിനെ പോലെ ആവുക അത്ര എളുപ്പമല്ല. കാരണം കരുണാകരൻ സാറിനെ പോലെ ബുദ്ധിശക്തിയോ കഴിവോ ഇവിടെ എനിക്കോ നിങ്ങൾക്കോ ആർക്കും ഇല്ല. സാർ, അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് സാറിനെ പോലെ ആവണം. സാറിന്റെ ഈ എനർജിയും ബുദ്ധിശക്തിയും അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് കിട്ടണം. ഇന്നു മുതല് ഞാൻ അതിനു വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുക. ഇന്നു മുതല് സാറായിരിക്കും എന്റെ ഗോഡ് ഫാദർ. ഞങ്ങളിനി ഒരിക്കലും സാറിനോട് വഴക്കിന് വരില്ല. കഴിഞ്ഞതൊന്നും സാറും മനസ്സിൽ വെച്ചേക്കരുത്. അതോടെ പോയി. ഇനി ഞാൻ മാഡത്തിനോട് വഴക്കിടുകയോ മാഡത്തെ ശത്രുവായിട്ട് കാണുകയോ ഒന്നും ചെയ്യില്ല. ഇത് പറയാനാ ഞാൻ വന്നത്. ഒരുപാട് തവണ ഞാൻ മാഡത്തിനോട് വഴക്കിടുകയും വായിൽ തോന്നുന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി മാഡം അതൊന്നും മനസ്സിൽ വെക്കരുത്. എനിക്ക് മാപ്പ് തരുകയും വേണം. ഇവളിതൊക്കെ ആത്മാർത്ഥമായി തന്നെ പറയുന്നതാണോ അതോ ഇവളുടെ അഭിനയമാണോ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മാഡം എന്തൊന്നും പറയാത്തത്? എന്നോട് ക്ഷമിച്ചെന്നോ എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലെന്നോ ഒന്നും മാഡം പറഞ്ഞില്ലല്ലോ. മാഡനോട് ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ മാഡത്തിന്റെ മനസ്സ് മാറുന്നത് വരെ മാഡത്തിന്റെ മുന്നിൽ ഞാൻ ഈ നിൽപ്പ് നിൽക്കും. എന്നിട്ടും മാഡം ഒന്നും പറയുന്നില്ലല്ലോ. മാഡം എന്തോ കാര്യമായിട്ട് ആലോചിക്കുക. ഞാൻ പറയുന്നതൊന്നും മാഡം കേൾക്കുന്നില്ലേ? നീ പറയുന്നതൊക്കെ സത്യം തന്നെയാണോന്നാ ഞാൻ ആലോചിക്കുന്നേ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാളുടെ മനസ്സ് മാറി തല്ലുകൊള്ളിത്തരൊക്കെ അവസാനിപ്പിക്കാന്ന് പറയുമ്പോ അതിലൊരു കള്ളത്തരം ഇല്ലേ? ആ തല്ലുകൊള്ളിത്തരത്തിന് എനിക്ക് ശിക്ഷയും കിട്ടിയില്ല മാഡം. മാഡം സംശയിക്കണ്ട. ഞാൻ ഈ പറഞ്ഞതില് ഒരു വാക്കുപോലും കള്ളമില്ല. മാഡം എന്നോട് ക്ഷമിച്ചേ പറ്റൂ. എനിക്ക് മാപ്പ് തന്നേ പറ്റൂ. ക്ഷമിക്കുന്നതിനെ കുറിച്ചും മാപ്പ് തരുന്നതിനെ കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ശല്യം ചെയ്ത് നീ ഇവിടുന്ന് പോ. മാഡം കോഫി? എനിക്കിപ്പോ കോഫി വേണ്ട. മാഡം ഈ കോഫി എടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞതൊന്നും മാഡം വിശ്വസിച്ചിട്ടില്ലെന്നും എന്നോട് ഇപ്പോഴും ദേഷ്യമാണെന്നും ഞാൻ കരുതും. എടുക്കും മാഡം.
ഞാൻ കൊണ്ടുവന്ന കോഫി മാഡം കുടിച്ചല്ലോ. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഇനി ഞാൻ പോയിക്കോട്ടെ മാഡം. അവിടെ നിന്നേ. Come here. ഞാൻ ഫോൺ എടുത്തത് ഇവൾക്ക് മനസ്സിലായി എന്നാ തോന്നുന്നത്. ഫോൺ കളി എന്ന പേരുകൂടി ഞാൻ കേൾക്കേണ്ടി വരുമോ? ഈശ്വര, വരാനല്ലേ പറഞ്ഞത്? എന്താ മാഡം? എന്നോട് പറഞ്ഞതുപോലെ ഗോഡൌൺ പ്രശ്നത്തിൽ എനിക്ക് പങ്കുണ്ടെന്ന് നീ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ബാക്കി ഞാൻ അപ്പ പറയാം. ഇല്ല മാഡം, ഞാൻ ആരോടും പറയില്ല. ഓ